ഒരു മാസം കഴിഞ്ഞ് സ്കൂൾ ഫൈനൽ എക്സാം. ഇതുവരെ സെക്കൻഡ് റിവിഷൻ കംപ്ലീറ്റ് ആയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ടോട്ടലിൽ 2 മാർക്ക് കുറഞ്ഞു പോയാൽ ഞാൻ എങ്ങനെയാ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുന്നത്? മമ്മി, ഇന്ന് സൺഡേ സ്കൂൾ എക്സാം. ഓ, ഞാൻ കരുതി സ്കൂളിലെയാണെന്ന്. സൺഡേ സ്കൂളെല്ലാം നിനക്ക് അറിയാമല്ലോ, അത് വെച്ചാൽ എഴുതിയാൽ മതി. ഇപ്പൊ പോയി സ്കൂളിലെ എക്സാം റിവിഷൻ ചെയ്യും. മമ്മി, റിവിഷൻ കഴിഞ്ഞു. ഈ സൺഡേ സ്കൂൾ എക്സാമിന് പഠിപ്പിക്കും. അതെ, മോനൊക്കെ അറിയാവുന്നത് വെച്ച് എഴുതിയാൽ മതി. ഇപ്പോഴാ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയത്. മമ്മി ഇത്തിരി വിശ്രമിച്ച് TV ഒന്ന് കാണട്ടെ. സംശയമുള്ളത് ചോദിച്ചോ. കിഴക്കുന്നു വന്ന വിദ്വാൻമാർ യേശുവിനെ കണ്ട് നമസ്കരിച്ച് കാഴ്ചകൾ അർപ്പിച്ചു. മമ്മി, ഈ കാഴ്ചകൾ എന്താ? ഈ കാഴ്ച എന്ന് പറയുന്നതേ ഗിഫ്റ്റ്. അതിൽ മോന്റെ അനിയത്തി ഉണ്ടായപ്പോ കാണാൻ വന്നവർ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നില്ലേ, അതിന്. മോൻ ബാക്കി പഠിച്ചോ? യേശുവിനെ സ്നാനപ്പെടുത്തിയത് ആര്? യേശുവിനെ സ്നാനപ്പെടുത്തിയത് ആര്? അതാരാ മമ്മി? ഓ, അത് പത്രോസാണെന്ന് തോന്നുന്നു. യേശു ക്രിസ്തു ജനിച്ചത് എവിടെ? അതെവിടെയാ പപ്പ? അത് ആ സിറിയൻ തന്നെ കാണുന്നു. നീ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്ക്. അയ്യോ, സൺഡേ സ്കൂൾ വണ്ടി വരാനായി. എക്സാം അല്ലേ, ഒന്ന് വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ചു പോകും. ഒരു സങ്കീർത്തനം എടുത്ത് വായിക്കും. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ട. അയ്യോ, ബാക്കി വെച്ച് ഇതിന്റെ ചാർജ് തീർന്നുപോയി. ബാക്കി ഓർമ്മയില്ലേ? പപ്പയും ഓർത്തുവാണ്. അത് 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 മോനെ, വണ്ടി വരാറായി. പ്രാർത്ഥിച്ചോണ്ട് പോയിക്കോ, താമസിക്കണ്ട. സമയത്തായി. സൺഡേ സ്കൂൾ പരീക്ഷ കഴിഞ്ഞ് അമ്മ വന്നില്ലല്ലോ. ഓ, വരാനാവുന്നതേ ഉള്ളൂ. എത്തിയെന്ന് തോന്നുന്നു. മോൻ സൺഡേ സ്കൂൾ എക്സാമിൽ എല്ലാം എഴുതിയോ? ഏത് മമ്മി? എന്തൊക്കെയായിരുന്നു ചോദിച്ചത്? യേശു ജനിച്ചത് ചോദിച്ചു, യേശു പള്ളിയിൽ പോയ കാര്യങ്ങൾ ചോദിച്ചു, യേശുവിന്റെ ജ്ഞാനവും അത്ഭുതങ്ങളും ഒക്കെ ചോദിച്ചു. എല്ലാം മോൻ പഠിച്ചതായിരുന്നല്ലോ. അതെ മമ്മി, ഞാൻ എല്ലാം ചെയ്യും. ഫസ്റ്റ് കിട്ടുമോ അതോ ഇപ്രാവശ്യം വല്ലവരും കൊണ്ടുപോകുമോ? ഞാൻ എല്ലാം എഴുതി മമ്മി. പോയി സ്കൂൾ ലെസൺസ് റിവിഷൻ ചെയ്യും. കണക്കാണ് ബോറിങ്. ആരാധനൊന്നും പോരാ. പ്രസംഗത്തിന് ഒരു പുതിയ പോയിന്റ് വിളിക്കും. ആഴ്ചയിൽ 3 ദിവസം വയ്ക്കും. അത് വല്ലാതെ കൂടുതൽ. അത് 2-3 മണിക്കൂർ ഇരുന്നിരുന്ന് മടുക്കും. ഷോർട്ട് ആൻഡ് സ്വീറ്റ്, അതാണ് വേണ്ടത്. ഇപ്പോഴൊക്കെ എത്ര നല്ല പോയിന്റുകളുള്ള പ്രസംഗങ്ങൾ നമുക്ക് ഇന്റർനെറ്റിലും TV-യിലും കിട്ടും. സമയമില്ല, ടൈം ഈസ് മണി എന്നല്ലേ? അത് ശരിയാ, വെറും സമയനഷ്ടം തന്നെ. പിന്നെ മെനക്കേട്. എന്നാലും പിന്നെ ഈ പിള്ളേരുടെ കല്യാണം, മരിച്ചാൽ നല്ല അടക്കം, ഇതൊക്കെ നടക്കണ്ടേ? അതൊന്നും ഇന്റർനെറ്റിലും TV-യിലും നടക്കില്ലല്ലോ. അതിനൊക്കെ ഒരു സെറ്റപ്പ് ഉള്ള ഇതുപോലത്തെ സഭയിൽ പോയാലേ നടക്കും. അത് ശരിയാ. അതുകൊണ്ടല്ലേ കടിച്ചു പിടിച്ചു നിൽക്കുന്നേ. ഇല്ലേ എപ്പോഴേ നമ്മൾ വിട്ടുപോയേനെ. ഈ സഭയിൽ വന്നപ്പോഴേ ഞാൻ അന്വേഷിച്ചത് ശവക്കോട്ടം ഉണ്ടോന്ന്. ഓ, അത് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ സമാധാനമായി. ചുമ്മാതാണ് ഞാൻ നമ്മുടെ പള്ളിയിൽ പട്ടക്കാരൊന്നും വിടാത്തത്. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ പള്ളിയിലെ ചാക്കട അടക്കമായിരുന്നു. മെത്രാപ്പോലിത്തയാണ് നടത്തിയത്. എന്നാ ശുശ്രൂഷയായിരുന്നു. ഇതുവല്ല നിങ്ങളുടെ ഇൻഡിപെൻഡന്റ് സഭയിൽ വന്ന് നടക്കുന്നു. പിന്നെ എന്നാത്തിന് അച്ഛനോട്ട് വരുന്നത്? അവിടെ തന്നെ നിന്നാ പോലെ. അതെ, അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. നമ്മുടെ സഭക്കാർക്ക് അച്ഛനൊന്നും അറിയില്ല. അത് പിള്ളേർ ബൈബിളിൽ പഠിക്കണമെങ്കിൽ ഇവിടേക്ക് പോകണം. ബാക്കി സമയം നമ്മുടെ പള്ളി കൊണ്ടുപോകാം. ഏതായാലും പള്ളി വിട്ടുള്ള പരിപാടിക്ക് ഈ തോമാശയില്ല. ഇതിനെപ്പറ്റിയാണ് ഞങ്ങളുടെ പാസ്റ്റർ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചത്. 2 കൊല്ലത്തെ
പോട്ടെ, സൺഡേ സ്കൂൾ പരീക്ഷയുടെ റിസൾട്ട് ഒക്കെ വന്നല്ലോ. ആ രാജ്യത്തെ ഒന്ന് ഫസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ റോയ്മൻ പരീക്ഷ എഴുതിയില്ലേ? എഴുതിയല്ലോ. ചിലപ്പോ സെക്കൻഡ് ആയിരിക്കും. സെക്കൻഡ് സന്ധിക്കാ. എടാ, നീ എല്ലാം എഴുതിയെന്ന് പറഞ്ഞിട്ട്? ഞാൻ എല്ലാം എഴുതിയത് ഒന്നും പോലും കിട്ടില്ല. ആഹാ, പിന്നെ എന്താ പറ്റിയതെന്ന് പാസ്റ്ററോടൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. സ്കൂളിൽ എക്സാമിനിടയിൽ പഠിപ്പിച്ചതാ. ടീച്ചറെ, റോയ്ക്കുനെല്ലാം എഴുതിയെന്ന് പറയുന്നത്. പിന്നെ മാർക്ക് എങ്ങനെ ഇങ്ങനെയാണ്? എഴുതിയതനുസരിച്ച് മാർക്ക് ഇടാൻ പറ്റൂ. റോയ്ക്കോൻ എന്തൊക്കെ എഴുതിയെന്ന് അവനോട് ചോദിച്ചു നോക്കാം. ഞാൻ ചോദിച്ചിട്ട് തന്നെയാ വന്നത്. എന്റെ റോയ്ക്കോൻ എല്ലാം എഴുതിയിട്ടുണ്ട്. അവൻ എടുക്കാനാ. പക്ഷെ അതൊന്നും പേപ്പറിലില്ല. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. എന്താ ഒരു തർക്കം? അതെ പാസ്റ്ററെ, റോയ്ക്കോൻ എല്ലാം എഴുതിയെന്നാ പറയുന്നത്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഫസ്റ്റും ഇല്ല സെക്കൻഡും ഇല്ല. ഇത് എന്ത് കളി? എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. ടീച്ചറിന്റെ കയ്യിൽ ആ ചോദ്യപേപ്പർ ഉണ്ടോ? ഉണ്ട്. എന്നാ പിന്നെ പ്രശ്നം തീർന്നു. ഇപ്പൊ തന്നെ ഞാൻ ഒരു റീടെസ്റ്റ് ഇടാം. ഏതാ? അത് മതി, അത് മതി. ആ ചോദ്യപേപ്പർ ഇങ്ങോട്ട് എടുക്കും ടീച്ചറെ. റോയ്മോനെ, നീ ഇങ്ങോട്ട് നീങ്ങുന്നേ. ആദ്യത്തെ ചോദ്യം, എനിക്കും അത് തകർത്തത് ആര്? ഞാനല്ല. ആ ഐസക്കും ജോയിലും എപ്പോഴും അതിലേക്ക് കിടന്ന് ചാടും. അവന്റെ അടുത്ത് ചോദിച്ചോ. പാസ്റ്ററെ, എന്റെ റോയ്ക്കോൻ വശീകരണമൊന്നും ചെയ്യില്ല. ഗുഡ് ബോയ് ആണ്. ഇനി അഥവാ അവനെന്തെങ്കിലും തകർന്നിട്ടുണ്ടെങ്കിൽ അതിന് കേട്ടി അങ്ങ് എണ്ണി തന്നേക്കാം. അതുകൊണ്ട് മാർക്ക് കുറിക്കാമോ? ഇത് ബൈബിളിലെ ചോദ്യമായിരുന്നു. എന്തായാലും എഴുതിയില്ലെന്ന് മനസ്സിലായല്ലോ. ഒന്ന് തെറ്റിയാലും സെക്കൻഡ് പ്രൈസെങ്കിലും കിട്ടണ്ടേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ആദ്യത്തെ കൽപ്പന എന്ത്? ആര് ആർക്ക് കൊടുത്തു? അത് അനുസരിച്ചോ? എന്നിട്ട് എന്തു പറ്റി? ഹവ്വ ആദത്തിന്റെ അടുത്ത് പഴം കഴിക്കാൻ കൽപ്പിച്ചു. ആദം അനുസരിച്ചു. അതാ പറ്റിയത്. പെൺവാക്ക് കേൾക്കുന്നവൻ പെരുവഴി. ആ, അതുപോട്ടെ. നീ അടുത്ത ചോദ്യം. യേശുവിന്റെ ജനനത്തെ പറ്റി ആദ്യം അറിഞ്ഞത് ആര്? മറിയം. ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് ശരിയായതുകൊണ്ട് ഞാൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. ഇനി അടുത്തത്. വിദ്വാൻമാർ യേശുവിന് എന്തെല്ലാം കാഴ്ചകൾ അർപ്പിച്ചു? അത് സോപ്പും പൗഡറും ക്രാമ്പസും. മോനെ, മമ്മി പറഞ്ഞില്ല വീട്ടിൽ അനിയത്തിക്ക് ഗിഫ്റ്റ് കൊണ്ടുപോകാനാണ്. ഇനി അടുത്തത്. ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അത് പാപം ചെയ്യണം. എടാ ദൈവമേ, നീ എന്തൊക്കെയാ എഴുതിയിരുന്നത്? ആ, എന്തായാലും ഇത്രയായി. ഇനി മുഴുവൻ വചനങ്ങൾ കൂടി കേൾക്കാം. യേശുവിന്റെ ഏതെങ്കിലും ഒരു ഉപമയോ അത്ഭുത പ്രവൃത്തിയോ വിവരിച്ച് എഴുതുക. അതൊരു വലിയ ഉത്തരം. ഞാൻ എന്റെ ഉത്തരം പേപ്പറിൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഉത്തര പേപ്പർ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ വായിക്കാം. യെരൂശലേമിൽ നിന്നും എരിഹോയിലേക്ക് ഒരു മനുഷ്യൻ പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് അവനെ കൊള്ളക്കാർ ആക്രമിച്ചു. അവർ അവനെ നിർദ്ദയം മർദ്ദിച്ചു. ടിഷ്യൂ ടിഷ്യൂ മൃതപ്രായമാക്കി കഷ്ണം കഷ്ണമാക്കി അവിടെ ഇട്ടു. ചിലത് നല്ല നിലത്ത് വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുളയിലേക്ക് വീണു, ചിലത് വിരൽ കൊത്തിക്കൊണ്ടുപോയി. ശേഷിച്ച 12 കൊട്ട നിറച്ചെടുത്തു. അതിലൊരു കൊട്ട ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി ദേവാലയത്തിൽ കാളകളെയും ആടുകളെയും വിൽക്കുന്നവർക്ക് 30 വെള്ളിക്കാശ് വിറ്റ് കളഞ്ഞു. ഏതായാലും നല്ല ഉത്തരങ്ങൾ തന്നെ. ഇനി ബാക്കി കൂടെ വായിക്കുമോ? വേണ്ട, മതിയായി. എല്ലാം എഴുതിയെന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കാം. കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറക്കാതിരിക്കുക. ലോകത്തിന്റെ വിജ്ഞാനം